മുല്ലപ്പെരിയാർ ഡാം തകരുമോ? ഇതാണ് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയ ആശങ്കയായി നിലനിൽക്കുന്നത്. വയനാടുണ്ടായ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന് ശേഷം കേരളത്തിലുള്ള ജനങ്ങൾ മുഴുവൻ ആശങ്കയിൽ നോക്കിക്കാണുന്നത് മുല്ലപ്പെരിയാറിനെ കുറിച്ചാണ്. കാരണം ഭൂകമ്പ സാധ്യതയുള്ള മേഖലയിലാണ് ഡാം ഇരിക്കുന്നത് എന്നുള്ളതാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പ്രകാരം ഇടുക്കി എന്ന് പറയുന്ന ആ ഒരു മുഴുവൻ ജില്ലയും എക്കോ സെൻസിറ്റീവ് സോൺ ഒന്നാം ഘട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വയനാടും അതുപോലെയായിരുന്നു. ആ ഒരു സമയത്താണ് ഇപ്പോൾ നമ്മുടെ കൂടെ റസൽ ജോയ് എന്ന് പറയുന്ന സാർ ചെയ്യുന്നത്. സാർ, എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, സാർ മുല്ലപ്പെരിയാർ ഡാം തകരും 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 എന്ന് 1000 വട്ടം പറയുന്നു. സാർ അതിനുവേണ്ട കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉദ്ധരിക്കുന്നു. സാർ പല കാര്യങ്ങളും പറയുന്നു. അത് തകർന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാഷ്വാലിറ്റികളെ കുറിച്ച് സാർ നിരന്തരം പറയുന്നു. മുല്ലപ്പെരിയാർ ഡാമിനെക്കാട്ടിലും മികച്ച രീതിയിൽ കക്കയ ഡാമിൽ നിന്നും കക്കയം അല്ലെ, ആ ഡാമിൽ നിന്നും വെള്ളം കൊണ്ടുപോകാനായിട്ട് തമിഴ്നാടിന് പറ്റും എന്ന് സാറ് പറയുന്നു. പക്ഷെ ഇതൊന്നും ആരും കേൾക്കാനായിട്ട് തയ്യാറാകുന്നില്ല. അതേസമയം സർക്കാരിനും ഇതിൽ ആശങ്കയുണ്ട്. കഴിഞ്ഞ ദിവസം വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ തമിഴ്നാട് സർക്കാർ മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യത്തിൽ ജാഗ്രത പുലർത്താൻ പോകുന്നു എന്ന് പറഞ്ഞ വാർത്തകൾ വരുന്നു. എന്നിട്ട് പോലും മുല്ലപ്പെരിയാർ ഡാം തകരില്ല എന്ന് പല കാര്യങ്ങളും പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ ഉദ്ധരിച്ച് നടക്കുന്ന പല ആൾക്കാരുമുണ്ട്. ഇവരോട് സാറിന് ആദ്യമായിട്ട് എന്താണ് പറയാനുള്ളത്? കേരള സർക്കാർ പുതിയ DPR കൊടുത്തിരിക്കുന്നു, പുതിയ ഡാം പണിയാൻ. പിന്നെ എൻവയറമെന്റൽ ക്ലിയറൻസിനുള്ള പേർപ്പസ് ഒക്കെ നീക്കിയിട്ടുണ്ട്. അപ്പൊ ആരാണ് ഈ ഡാം തകർച്ച എന്ന് പറയണത്? ഡാമിന് തകർച്ചയില്ലെങ്കിൽ പുതിയ ഡാം പണിയേണ്ട ആവശ്യമുണ്ടോ? അതെ അതെ. പുതിയ ഡാം ഇവിടെ സാർ, ഞാൻ ഈ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായിട്ട് പ്രചരിക്കുന്ന ഒരു കുറിപ്പ്, ഇത് എഴുതിയിരിക്കുന്നത് മനോജ് ബ്രൈറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഈ കുറിപ്പിനകത്ത് പുള്ളിക്കാരൻ പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യങ്ങൾ ഞാൻ കൃത്യമായി വിശദീകരിക്കാമെന്ന് പറയും. അതായത് ഈജിപ്തിലെ പിരമിഡുകളോട് സമാനമായിട്ടുള്ള നിർമ്മിതിയാണ് മുല്ലപ്പെരിയാർ ഡാം എന്നാണ് മനോജ് ബ്രൈറ്റ് പറയുന്നത്. പുള്ളിക്കാരൻ പറയുന്നത് ഒരു ടിപ്പറിൽ കുറെ കല്ലും മണ്ണും ഒരിടത്ത് കൊണ്ടുപോയി തട്ടുക, എന്തായിരിക്കും അതിന്റെ രൂപം? ഒരു കൽക്കൂന, അതായത് പിരമിഡ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഉയരത്തെ അപേക്ഷിച്ച് തറ വിസ്തീർണം വളരെ കൂടിയ ഒരു രൂപം. ഫിസിക്സിലെ നിയമങ്ങൾ പ്രകാരം ഏറ്റവും സ്ഥിരതയുള്ള രൂപങ്ങളിലൊന്നാണ് പിരമിഡ് എന്ന് അദ്ദേഹം പറയുന്നു. തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം 1000 വർഷത്തിന് ശേഷവും തകരാതെ നിൽക്കുന്നത് എന്തോ എഞ്ചിനീയറിംഗ് അത്ഭുതം എന്ന മട്ടിലാണ് പറയാറ്. അതും ഒരു പിരമിഡ് രൂപത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മുല്ലപ്പെരിയാറിലേക്ക് വരാം. അവിടെയുള്ളത് ഗ്രാവിറ്റി ഡാമാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ലളിതമായി പറഞ്ഞാൽ കുറെ പാറകൾ വ്യവസ്ഥാപിതമായ രീതിയിൽ ഒരിടത്ത് കൂട്ടിയിട്ട് വെള്ളം തടഞ്ഞു നിർത്തിയിരിക്കുന്നു. ഡാമുകൾ, വിശേഷിച്ചും ഗ്രാവിറ്റി ഡാമുകൾ പിരമിഡ് രൂപത്തിലാണ്. അതായത് താഴെ വീതി വളരെ കൂടുതലും മുകളിലേക്ക് പോകുമ്പോൾ വീതി കുറഞ്ഞു വരുന്ന രൂപം. കൃത്യമായി പറഞ്ഞാൽ ഡാമിന്റേത് പിരമിഡ് നെടുകെ മുറിച്ച അർദ്ധ പിരമിഡ് രൂപമാണ്. വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗത്ത് നേരെയും മറുഭാഗത്ത് ചെരിഞ്ഞും. തൽക്കാലം അത് അവഗണിക്കുക. ഒരു 6 പാക്ക് ജിമ്മിനെയും അതേ ഉയരത്തിൽ ഒരു സുമോ ഗുസ്തിക്കാരനെയും സങ്കല്പിക്കുക. ആരെയായിരിക്കും തള്ളി വീഴ്ത്താൻ എളുപ്പം എന്ന രീതിയിലാണ് പുള്ളിക്കാരൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ മുല്ലപ്പെരിയാർ ഡാം യാതൊരു കാരണവശാലും തകരാൻ പോകുന്നില്ല. പക്ഷേ ഈ ഡാം ഉണ്ടാക്കിയ ഫെനിക്യുക്ക് തന്നെ പറഞ്ഞിരിക്കുന്നതിന് 50 കൊല്ലം മാത്രമേ ആയുസുള്ളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള കുറിപ്പുകൾ സമൂഹ മാധ്യമത്തിൽ വരുന്നു എന്ന് പറയുന്നത്. പക്ഷെ ചില ആൾക്കാർ ഇപ്പോഴും പറയുന്നുണ്ട് മുല്ലപ്പെരിയാർ ഡാം തകരാനായിട്ട് പോകുന്നില്ല എന്ന്. ഇതിനോടുള്ള സാറിന്റെ ഒരു പ്രതികരണം കൂടെ വേണം. അല്ല, ഇദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞു പിരമിഡ് രൂപത്തിലാണെന്ന്, പിന്നീട് അർദ്ധ പിരമിഡ് രൂപത്തിലാണെന്ന് പറയും. അപ്പൊ തന്നെ പോയില്ലേ? അപ്പൊ തന്നെ കഥ പോയില്ലേ? പിന്നെ ആരാണ് ഇദ്ദേഹം? അത് പറയൂ. മനോജ് ബ്രൈറ്റ്. അങ്ങനെ പേര് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് ഇയാളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയൂ, അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എന്താന്ന് പറയൂ. ഞാൻ മനസ്സിലാക്കിയത് ഇദ്ദേഹം ഒരു എഴുത്തുകാരനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എഴുത്തുകാരൻ, പിന്നെ അദ്ദേഹം ചുരുക്കം, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം സാർ എനിക്ക് ചോദിക്കാനുള്ളത്, മുല്ലപ്പെരിയാർ ഡാമിൽ ഒരു വളവ് വന്നു എന്ന് സാറ് തന്നെ പറയുന്ന വീഡിയോസ് പല ഭാഗത്തും വളരെ വൈറലാണ്. എന്താണ് അതിന്റെ വിശദാംശം? അത് ഗൂഗിൾ മാപ്പിൽ നോക്കി അറിഞ്ഞുകൂടെ വളവ് വന്നിരിക്കുന്നത്? അതിന് വേറൊരാളോട് ചോദിച്ച് അഭിപ്രായ രൂപീകരണം നടത്തേണ്ട ഒരാവശ്യമില്ല. ആർക്കും നോക്കാവുന്ന കാര്യമാണ് വളവുണ്ടോ നേരെയാണോ ഇരിക്കുന്നത് എന്നുള്ളത്. സാറ് വളവ് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോ ഡാമിന് ഒരു ഒടിവ് വന്നിരിക്കുന്നു എന്നാണോ സാർ ഉദ്ദേശിക്കുന്നത്? അത് പിന്നെ അങ്ങനെയല്ലേ, കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവൂലേ? നേരെ ഇരിക്കേണ്ടത് പറഞ്ഞിരിക്കുമ്പോ ഒടിവല്ലേ അത്.
അപ്പൊ ഇത് നമുക്കിപ്പോ കേരളം ഇതിൽ എന്താണ് കേരളം ഇതിനൊരു നീക്കുപോക്ക് എന്ന രീതിയിൽ പറയുന്നത്? കുറെ നാളായിട്ട് ഈ കാര്യങ്ങളെല്ലാം നിൽപ്പുണ്ട്. ഇപ്പൊ സെപ്റ്റംബർ മാസം മുല്ലപ്പെരിയാർ ഡാമിന്റെ മറ്റേ കരാർ സംബന്ധിച്ച വിവരങ്ങൾ കോടതി വീണ്ടും ആ ഫയൽ തുറക്കാൻ പോകുന്നെന്ന് പറയുന്നു. പക്ഷെ ഈ ഡാമിന്റെ സംരക്ഷണത്തിനായിട്ട് നമ്മുടെ കേരള സർക്കാർ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്? ഒന്നും കേൾക്കുന്നില്ല, അതുകൊണ്ടാണ്. കേരള സർക്കാർ വളരെ വ്യക്തമായി പറയുന്നുണ്ടല്ലോ, ഈ ഈ ഉം, ഡാമിന്റെ DPR കൊടുത്തിട്ടുണ്ട്, എൻവയറമെന്റൽ ക്ലിയറൻസിനുള്ള കാര്യങ്ങളൊക്കെ നീക്കിയിട്ടുണ്ടെന്ന്. അപ്പൊ ഡാം തകരും എന്ന് പറയുന്നത് കേരള സർക്കാരാണ്. സ്ട്രോങ് ആയ ഡാം ഉം, ആണെങ്കിൽ ഉം, പുതിയ പണിയേണ്ട കാര്യമില്ലല്ലോ. ഉം, 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 ഉം. കേരള സർക്കാരാണ് അപ്പൊ ഇത് ഡാം സ്ട്രോങ് തകരും എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പേടിക്കണ്ടേ? അതാണ് ഞാൻ ചോദിക്കണത്, നമ്മൾ പേടിക്കണ്ടേ? കേരള സർക്കാർ അല്ല, ഈ ഡാം പക്ഷേ വേറൊരു തകർച്ചയിലായതുകൊണ്ട് ഈ കേരള സർക്കാർ പറയുന്നത് നമ്മൾ ഇത് തകരും തകരും എന്ന് പറയുമ്പോൾ കേരള സർക്കാർ നമ്മളോട് പറയുന്നത് വ്യാജ വാർത്ത പ്രചരിപ്പിക്കരുതെന്നാണ്. രണ്ട് സ്റ്റാൻഡാണ് കേരള സർക്കാരിന് ഇതിനകത്ത്. അതല്ലേ കഷ്ടം. ഒരു ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് നമ്മള് ഇവരെ സേവകരാക്കി വെച്ചിരിക്കുന്നത് എന്തിനാണ്? നമ്മളെ സേവിക്കാനാണ്. ഉം, നമ്മൾ ശമ്പളം കൊടുക്കുന്നത് എന്തിനാണ്? നമ്മളെ സേവിക്കാനാണ്. ഉം, നമ്മളെ ഉം, സേവിക്കാണ്ട് ഇവര് രണ്ട് തരത്തിൽ പറയുമ്പോ പിന്നെ നമ്മളാരായി? ഉം, നമ്മളാരായി ചിന്തിച്ചോ? ഉം, ഉം. അല്ല, വേറൊരു കാര്യം കൂടെ ഇതിൽ ചോദിക്കാനുള്ളത് സാർ, ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ അപകട ഭീഷണി ഒരു 50% ഒഴിക്കാനായിട്ട് വൈഗൈ നദിയിലേക്ക് ഒരു തുരങ്കം പണിതാൽ മതി എന്നുള്ള പ്രപ്പോസലുകൾ നേരത്തെ വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പുതിയ ഡാം പണിയുന്നതിൽ നിന്ന് സർക്കാരിന് പിന്മാറാനായിട്ട് സാധിക്കുമോ? ആ തുരങ്കം വരുമോ? അത് വന്നാലുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ എന്തൊക്കെയാണെന്ന് കൂടെ ഒന്ന് വിശദീകരിക്കാം. ആരാണ് ഈ തുരങ്കത്തിന്റെ കഥ പറയണത്? ഈ ശ്രീധരൻ അടക്കമുള്ളവർ അതിന്റെ പ്രപ്പോസൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പല ആൾക്കാരും പറയുന്നത്. മാധ്യമങ്ങളിൽ തന്നെ പല മാധ്യമങ്ങളിലും റിപ്പോർട്ടും വന്നിട്ടുണ്ടായിരുന്നു. താങ്കൾ ഈ ശ്രീധരനോട് സംസാരിച്ചായിരുന്നോ? ഞാൻ സംസാരിച്ചിട്ടില്ല. സംസാരിക്കണം. അദ്ദേഹം എവിടെ പോയി ഉം, പഠിച്ചിട്ടാണ് ഇത് പറഞ്ഞതെന്ന് ചോദിക്കണം. ഉം, ഉം, ഒരു ഡാമിനെ കുറിച്ച് അഭിപ്രായം പറയണമെങ്കിൽ ഉം, അവിടുത്തെ ജിയോഗ്രഫി പഠിക്കണം, അത് ഉം, സീസ്മിക് സോണിലാണോ എന്ന് അറിയണം, ഉം, വെള്ളത്തിന്റെ ഹൈഡ്രോളജിക്കൽ ഇമ്പാക്ട് അറിയണം. അങ്ങനെ ഒരുപാട് ഉം, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത്. അങ്ങനെ ഉം, പഠിച്ചിട്ട് പറഞ്ഞാണോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കും. ഉം. അടുത്തൊരു കാര്യം സാറേ, ഈ ഡാമിനെ കുറിച്ച് തമിഴ്നാട് സർക്കാരിനുള്ള ആശങ്കയാണ്. തമിഴ്നാട് സർക്കാർ നിരന്തരം കേരള സർക്കാർ ആശങ്ക മുന്നിലോട്ട് വയ്ക്കുമ്പോഴും തമിഴ്നാട് സർക്കാർ പറയുന്നത് ഈ ഡാമിന് ഒരു പ്രശ്നവുമില്ല, ഒരു കുഴപ്പവുമില്ല എന്നാണ്. പക്ഷെ കേരള സർക്കാരിന് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്നുമില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അല്ല, തമിഴ്നാട് സർക്കാരല്ലേ പറയുന്നത് ഇത് റിപ്പയർ ചെയ്യാനായിട്ട് ഞങ്ങളെ കേരള സർക്കാർ അനുവദിക്കുന്നില്ല, മരം വെട്ടാൻ ഉം. അനുവദിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് ആരാണ്? തമിഴ്നാട് സർക്കാർ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഡാം കേടായത് കൊണ്ടല്ലേ? ഡാം ഉം, ഉം, നല്ലതാണെങ്കിൽ ഉം, റിപ്പയർ ചെയ്യണോ? ഉം. അപ്പൊ അവര് തമിഴ്നാട് അവര് സർക്കാർ അപ്പൊ മുൻകൂർ ജാമ്യം എടുത്തിരിക്കുക. ഡാം ആ അവര് മുൻകൂർ തമിഴ്നാട് ജാമ്യം സർക്കാർ അപ്പൊ ഡാം എടുത്തിരിക്കുകയാണ്. റിപ്പയർ ചെയ്യാൻ തയ്യാറാണ്. അല്ല, അവര് മുൻകൂർ ജാമ്യം എടുത്തിരിക്കുകയാണ്. അവര് ഇപ്പൊ ഡാം തകർന്ന് കേരളം ഒലിച്ചു പോയി കഴിഞ്ഞാൽ അവര് പറയും ഞങ്ങൾ പണ്ട് പറഞ്ഞതാണ് ഇതൊന്ന് റിപ്പയർ ചെയ്യാൻ സമ്മതിക്കണമെന്ന്, മരം വെട്ടാൻ അനുവദിക്കണമെന്ന്. നിങ്ങൾ അനുവദിച്ചില്ല, നിങ്ങൾ ഒഴുകിപ്പോയി. അപ്പൊ അവര് മുൻകൂർ ജാമ്യം ഉം. എടുത്തിരിക്കുകയാണ്. അല്ല, തമിഴ്നാട് മുഖ്യമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും ഭയങ്കര ഫ്രണ്ട്സ് ആണെന്നാണ് ഇവിടെയുള്ള ആൾക്കാരെല്ലാം പറയുന്നത്. അപ്പോ കഴിഞ്ഞ എന്റെ ദിവസം ഞാൻ ഫ്രണ്ട്സ് ഷോൺ ആണ്, ജോർജുമായിട്ട് എന്റെ ഇന്ന് ഫ്രണ്ട്സ് ചർച്ച ആണ് അവര്. ആ എന്റെ ഫ്രണ്ട്സ് ആണ്, രണ്ടുപേരും എന്റെ ഫ്രണ്ട്സ് ആണ്. അത് ശരി, അത് ശരി. കഴിഞ്ഞ ദിവസം ഷോൺ ജോർജിനോട് ചോദിച്ചപ്പോ ഷോൺ ജോർജ് പറഞ്ഞത് ഇവര് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ചായ കുടിച്ച് പറഞ്ഞു തീർക്കാന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നാണ് ഇവര് ആരാ പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞത്? അത്തരത്തിലുള്ളൊരു ആരാണ്? ഷോൺ ജോർജ് ഇല്ലേ, ഷോൺ ജോർജ്, PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ്, പുള്ളിക്കാരൻ പറഞ്ഞത് ചായ കുടിച്ച് പറഞ്ഞു തീർക്കാന്നുള്ള പ്രശ്നമേ ഉള്ളൂ, എന്നിട്ട് ഇത് പറഞ്ഞു തീർക്കുന്നില്ല, അത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായി. അതാണ്, അത് ഷോൺ ജോർജ് പറഞ്ഞത് കറക്റ്റ് ആണ്. പക്ഷെ ഇത് ഉം, പൊന്മുട്ടയിടുന്ന താറാവല്ലേ, എങ്ങനെ കൊല്ലും? ഉം, 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 ഉം. എല്ലാ വർഷവും ഇനി ഇടുന്ന പുതിയ പൊന്മുട്ട ഡാം എന്ന് പറഞ്ഞാൽ അതിന്റെയൊക്കെ വിലയുണ്ടല്ലോ. എല്ലാ വർഷവും ഉം, ഇടുന്ന ഉം, ഉം, പൊന്മുട്ടയുടെ വില എന്ന് പറഞ്ഞാൽ നമ്മുടെ 3.5 കോടി ജനങ്ങളുടെ ജീവന്റെ വിലയാണ്. ഒരുപാട് തുക വരും. ഉം, 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 ഉം. എത്ര രൂപയാണ് ഇതിന്റെ ഒരു എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്, ഇവര് ഉണ്ടാക്കുന്ന ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ എന്ന് പറയുന്നത്? നമ്മൾ പുതിയ ഡാം പണിത് കഴിഞ്ഞാൽ എന്തായിരിക്കും തമിഴ്നാടിന് നഷ്ടം വരാൻ പോകുന്നത്, അവരുടെ റവന്യൂവിൽ മാറ്റം വരാൻ പോകുന്നത്, നമുക്ക് ലഭിക്കാൻ പോകുന്ന റവന്യൂ, അതിനെ കുറച്ചുകൂടെ ഒന്ന് വിശദീകരിക്കാമോ സർ? പുതിയ ഡാം പണിയാൻ പോകുന്നു എന്ന് പറയണ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ താല്പര്യമില്ല എന്ന് അതിന്റെ അർത്ഥം.
ഒരു പുതിയ ഡാം ഉം, ഉം, പണിയണേന് ഒന്നാമത് ഇത് കേരളം മൊത്തത്തിൽ സീസ്മിക് ഏരിയയിലായി. ഇവിടെ എവിടെ ഉം, വേണമെങ്കിലും റിക്ടർ സ്കെയിൽ 7+ വരുന്ന 7-7 വരുന്ന ഭൂകമ്പം ഉണ്ടാവാം. ആ അതെ ഭൂകമ്പങ്ങൾക്ക് കാരണം തന്നെ ഡാം ഇൻഡ്യൂസ്ഡ് എർത്ത് ആണ്. 84 ഡാംസ് ഉണ്ടാക്കി ഉം, വെച്ച് ഉം, ഉം, ഭൂമിയുടെ അടിത്തറ തകർത്തുകൊണ്ടാണ് ഇവിടെ ഒട്ടും ഭൂകമ്പ ഉം, സാധ്യതയില്ലാത്ത കേരളം അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള 3rd സോണിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇനിയും ഉം, ആ ഭൂകമ്പ സാധ്യത വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു ഡാം പണിയേണ്ട ഉം. എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഉം. നമ്മുടെ ജീവന് വല്ല വില ഇവർ കൽപ്പിക്കേണ്ട, അതാ എനിക്കറിയുന്നത്. ഡാം തകർന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റികൾ ഉണ്ടാകുമെന്ന് താങ്കൾ പണ്ട് മുതലേ പറയുന്നതാണ്. അതില് താങ്കൾ പറഞ്ഞ ഒരു വിഷയം ഞാൻ വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിച്ചു. അതായത് അവിടെയുള്ള എഞ്ചിനീയർമാർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഡാമിലുള്ള സുർക്കി മിശ്രിതങ്ങൾ മുഴുവൻ ഒലിച്ചുപോയി എന്ന്. അവിടെയുള്ള എഞ്ചിനീയർമാർ അതെങ്ങനെയാണ്, എന്താണ് അവർ ആ സമയത്ത് അതിനെക്കുറിച്ച് താങ്കളോട് സംസാരിച്ചത്? അത് സയൻസ് ആണ്. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം, ഞാൻ ഉം, പറയുന്ന സയന്റിഫിക് കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നതല്ല. എക്സ്പേർട്സ് ഉം, പറയുന്നത് കേട്ട് ഉം, ഞാൻ അത് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. എക്സ്പേർട്സ് ആണ് ഉം, ഉം, ഈ ഡാമിന് വേർപ്പുണ്ടാവും, സെറ്റ് ഉണ്ടാവും എന്ന് പറയണത്. അതിനിപ്പോ വലിയ ഉം, എക്സ്പെർട്ടൈസ് ഒന്നും ഇല്ല. ഏത് ഡാമും പണിതാൽ ഒരു വശത്ത് വെള്ളാലേ, അത് എപ്പോഴും വേർക്കും. ഉം, അത് സ്വാഭാവികമാണ്. ഉം, അത് സുർക്കി ആയതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സുർക്കി ആ വിടവിലൂടെ പുറത്തു വരും. അപ്പോ ഉം, വെള്ളവുമായിട്ട് പ്രവർത്തിക്കും. വെള്ളവുമായിട്ട് ഉം, പ്രവർത്തിച്ച ലൈമല്ലേ, ചുണ്ണാമ്പല്ലേ, അത് ഉം, കാർബോണിക് ആസിഡ് ഉണ്ടാവും. കാർബോണിക് ആസിഡ് ഉം, ആസിഡ് ആണ്. അത് ഡാമിന്റെ ഭിത്തികളെയും ഡാമിന്റെ അടിത്തറയെയും ദ്രവിപ്പിക്കും. അങ്ങനെ ഉം, ഉം, 130 വർഷം കൊണ്ട് കല്ല് പൊടിഞ്ഞ അവസ്ഥയിലായിരിക്കും മുല്ലപ്പെരിയാർ ഉം. ഡാമിന്റെ കല്ലുകൾ എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. അത് നമുക്ക് വിശ്വസിക്കാം. കാരണം കാർബോണിക് ആസിഡ് 130 വർഷം പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ കല്ലുകൾ സ്വാഭാവികമായിട്ടും ദ്രവിക്കും. ഇത് സംശയമുള്ളവര് ഉം. കാർബോണിക് ആസിഡിൽ കല്ലെടുത്തിട്ടാ നോക്കിയാൽ മതി. ഡാമിന് ഇപ്പോ വിള്ളലുണ്ട് എന്നുള്ളത് പണ്ട് മുതലേ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു സാധനമാണ്. ഈ 50 കൊല്ലം ഈ ഇത് പറഞ്ഞ ഡാം, അതായത് ആയുസ് പറഞ്ഞ ഡാം ഇപ്പോ 100 കൊല്ലം കടന്നും മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ആ ഡാം അവിടെ സർവൈവ് ചെയ്തത്? ഈ 50 കൊല്ലം കഴിഞ്ഞിട്ട് പോലും ഈ ഡാം പൊളിച്ചു പണിയണം അല്ലെങ്കിൽ ഡീകമ്മീഷൻ ചെയ്യണം എന്നുള്ള രീതിയിൽ ഈ ആൾക്കാർ, അതായത് നമ്മുടെ കേരള സർക്കാർ മൂവ് ചെയ്യാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, 50 കൊല്ലം പറഞ്ഞെങ്കിലും ഇത് സായിപ്പ് പണിത ഡാം ആയതുകൊണ്ട് നല്ല ഈടുള്ള ഡാമാണെന്ന് കേരള സർക്കാരിന് മനസ്സിലായത് കൊണ്ടാണ് എന്നുള്ളത് വേറൊരു കാര്യമാണെന്ന് പല ആൾക്കാരും പറയുന്നു. ഇത് സാറിന് എന്താ തോന്നുന്നത്? ഇത് 50 കൊല്ലം കഴിഞ്ഞിട്ടും ഈ സർക്കാർ ഇതിനെപ്പറ്റി വേണ്ട രീതിയിൽ പഠിക്കാത്തതോ കാര്യങ്ങളോ ചെയ്യാത്തതോ എന്തുകൊണ്ടായിരിക്കും? പല പല സർക്കാരുകൾ മാറി വന്നു, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. കേന്ദ്രത്തിൽ ഇതിൽ എന്താണ് ചെയ്യാൻ പറ്റുക, കേന്ദ്ര സർക്കാർ? നമ്മൾ ഇപ്പോഴും ഈ സായിപ്പ് വലിയ സംഭവമാണെന്ന് പറയുന്നത് കഷ്ടമാണ്. ഉം, ഇപ്പോഴും ആ ഉം. ഒരു അതാണ് അടിമത്ത അതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അടിമത്ത ഇവിടുന്ന് സായിപ്പ് പോയി, സായിപ്പിന്റെ നാട്ടിൽ ഈ ഈ ബ്രൗൺ കളറുള്ള ആള് പ്രധാനമന്ത്രിയായിട്ട് വന്ന് ഇപ്പോഴും ഈ ഉം, സായിപ്പിനെ കാണുമ്പോ കവാത്ത് മറക്കുന്ന കേരളത്തിലെ ജനങ്ങളെ കുറിച്ച് എന്ത് പറയാനാണ്? ഉം, ഉം, സായിപ്പ് പണിത ഡാം പകുതിയോളം ഈ ലോകത്ത് തകർന്നുപോയി. ബ്രിട്ടനിൽ തന്നെ തകർന്നിട്ടുണ്ട് ഉം, കേട്ടോ. അതുകൊണ്ട് ഉം, സായിപ്പിന്റെ മേന്മയൊന്നും ആരും പറഞ്ഞ് നമ്മുടെ അടുത്ത് വരണ്ട. ഉം. ഈ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ അതിലുള്ള വെള്ളം മുഴുവൻ ഇടുക്കി ഡാമിന് കൊള്ളാനായിട്ട് പറ്റും. അതായത് ഇടുക്കി ഡാം അതെല്ലാം താങ്ങി നിർത്തിക്കൊള്ളും എന്ന് പറയുന്ന ചില ആൾക്കാരെ ഞാൻ കാണാനിടയായി. അത് സത്യമാണോ സാർ? ഈ ഇടുക്കി ഡാമിന് ആ വെള്ളം താങ്ങി നിർത്താനുള്ള കെൽപ്പുണ്ടോ? പക്ഷെ ഇതിന്റെ സാറിന്റെ സംസാരങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഞാൻ പറയുന്നത്, ഇതിന്റെ ഫോഴ്സ് കാരണം ഇടുക്കി ഡാം തകരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് സാറ് പറയുന്നു. അതിനെ കുറിച്ചുകൂടെ ഒന്ന് പറയാം. നമ്മള് നമ്മുടെ കണ്ണിനെ വിശ്വസിക്കുക. പേരെന്താ? ഉം. ധനുഷ് ധനുഷ് പേരെന്താ? ഏ ധനുഷ് 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 എന്തോ? ധനുഷ് ധനുഷ്. ധനുഷ്. ധനുഷ്, ഓക്കെ. ആ. ധനുഷ് ഒരു കാര്യം ഞാൻ പറയാണ്. നമ്മുടെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുമോ? ഉം. പറ്റും. നേരിട്ട് കാണുന്നതിനെ വിശ്വസിക്കാൻ പറ്റുമോ? നേരിട്ട് കാണുന്നതിന് വിശ്വസിക്കാൻ പറ്റും. ആ, എങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട് 1975 ഉം. ചൈനയിൽ ഒരു ഡാം ഉണ്ട്, ബാൻഗിയാവോ ഉം. ഡാം. ഉം. അവിടെ എന്നെ പോലെ ഒരാള് ചൈന മുഴുവൻ നടന്ന് പറഞ്ഞു ബാൻഗിയാവോ ഡാം തകരും എന്ന് പറഞ്ഞു. ഉം. എന്നെ പോലെ എന്ന് പറയാൻ പാടില്ല, അദ്ദേഹം ഹൈഡ്രോളജിസ്റ്റ് ആണ്. ഞാൻ ഉം. ഉം. സയന്റിസ്റ്റുകൾ പറയണത് കേട്ട് പറയുന്ന ആളാണ്, അല്ലെങ്കിൽ അവരുടെ ഉം. റിപ്പോർട്ടുകൾ പഠിച്ചു പറയുന്ന ആളാണ്. ഇത് ഉം. അദ്ദേഹം ഉം. തന്നെ ഒരു സയന്റിസ്റ്റ് ആണ്, ഹൈഡ്രോളജിസ്റ്റ് ആണ്. ഉം. അപ്പം ഉം. അദ്ദേഹം ചൈനയിൽ മുഴുവൻ നടന്ന് പറഞ്ഞിടാം ബാൻഗിയാവോ ഡാം തകരുന്നു. ഉം. അപ്പം
ആദ്യമൊക്കെ ജനങ്ങളും സർക്കാരും ഒക്കെ പുച്ഛിച്ചു തള്ളി. പക്ഷെ നിരന്തരമായിട്ട് ഇദ്ദേഹം കരഞ്ഞ് എന്റെ പോലെ ഞാൻ 10-12 വർഷമായി ഇത് പറയാൻ തുടങ്ങിയിട്ട്. അതെ 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 അപ്പൊ അതെ അതെ ആദ്യം ചൈനീസ് ഗവൺമെന്റ് ചൈനയിലെ ജനങ്ങൾ ഇത് പുച്ഛിച്ചു തള്ളി. അവസാനം അവർക്ക് തോന്നി എത്തിങ് പറയുന്നതിൽ എന്തോ കാര്യമുണ്ട്. അങ്ങനെ ചൈനീസ് ഗവൺമെന്റ് എക്സ്പേർട്ട് പാനൽ വെച്ചു. നമ്മുടെ ഇവിടുത്തെ പോലെയുള്ള എക്സ്പേർട്ട് പാനൽ അല്ല കേട്ടോ. കെ.ടി. തോമസ്, പിന്നെ ജസ്റ്റിസ് A.R. ലക്ഷ്മണ, ജസ്റ്റിസ് ആനന്ദ്, ഇവരൊക്കെ ലോയേഴ്സ് ആണ്, എക്സ്പേർട്സ് അല്ല. അങ്ങനത്തെ പാനലല്ല. ശരിക്കും ഡാം എഞ്ചിനീയറിംഗ് അറിയാവുന്ന ആൾക്കാരുടെ ഒരു എക്സ്പേർട്ട് പാനൽ ചൈനീസ് ഗവൺമെന്റ് വെച്ചു. ഈ എക്സ്പേർട്ട് പാനൽ എന്താ പറഞ്ഞത്? ബാൻകിയാവോ ഡാം ഇസ് വീക്ക് വെച്ചു. പക്ഷേ അതിന്റെ മുമ്പിൽ 61 ഡാംസ് ഉണ്ട്. ഇനി പൊട്ടാണെങ്കിൽ തന്നെ ഈ 61 ഡാമിൽ വെള്ളം വന്ന് സമാധാനമായിക്കോളൂ എന്ന് പറഞ്ഞു. ചൈനീസ് ഗവൺമെന്റ് ഇതാ സ്വീകരിച്ചത്. ഏതാ? ഈ 61 ഡാമില് പോയി സമാധാനം ആയിക്കോളൂ എന്ന് പറഞ്ഞതാണ് സ്വീകരിച്ചത്. അത് തന്നെയല്ലേ ഇവിടെയുള്ള വിഡ്ഢികളും പറയുന്നത്. ഈ മുല്ലപ്പെരിയാർ ഇങ്ങള് തള്ളി വന്ന ഇടുക്കി അങ്ങ് താങ്ങിക്കോളൂ എന്ന് പറയുന്നത് അല്ലെ? നമ്മുടെ കൺമുമ്പിൽ കണ്ടതാണ്. ബാൻകിയാവോ ഡാം തകർന്ന് 61 ഡാമുകളും മാലപ്പടക്കം പോലെ പൊട്ടി. ഇനി ഈ ജനങ്ങളെ ആര് പറഞ്ഞു വിശ്വസിപ്പിക്കാനാണ്? വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, അല്ലെങ്കിൽ ഒഴുകി പോകാൻ റെഡി ആയിട്ടിരിക്കും. സാർ വളരെ രോഷത്തോടു കൂടിയാണ് അത് പറയുന്നത്. കുറെ നാളായിട്ട് സാർ ഇത് പറയുന്നത്. ഞാൻ തമാശക്കാണ് പറയണത്. ഞാൻ രോഷത്തോടെയല്ല, എനിക്ക് പുച്ഛമാണ് ഈ ജനങ്ങളോട്. ഇങ്ങനെ പറയുന്ന ജനങ്ങൾ നേരെ കണ്ണാല കണ്ട കഥകള്. ഈ ഇന്ത്യയിൽ തന്നെ 36 ഡാം പൊട്ടിയ ഒരു രാജ്യത്ത് നിന്നാ ഞാൻ സംസാരിക്കണേ. മനസ്സിലായ? എന്നിട്ട് ഇവിടെ ഈ ആളുകൾ ഇങ്ങനെ ധനുഷ് പറഞ്ഞ പോലെ ഓരോരുത്തർ വന്ന് ഇങ്ങനെ പറയുമ്പോ അവരോട് പുച്ഛാണ് എനിക്ക് തോന്നണത്. നമ്മുടെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റണില്ലേ? കാതുകളെ വിശ്വസിക്കാൻ പറ്റണില്ലേ? പിന്നെ ഇവരാരെ വിശ്വസിക്കാൻ പോണത്? ഞാൻ പറയണ ആരും വിശ്വസിക്കണ്ട. അവരുടെ തന്നെ കണ്ണുകളെ വിശ്വസിക്കുക, അവരുടെ തന്നെ കാതുകളെ വിശ്വസിക്കുക. അത് വിശ്വസിക്കാൻ പറ്റാത്ത ആളുകളെ നമ്മൾ എത്തുന്നു പറയും. മന്ദബുദ്ധി എന്ന് പറയാൻ പറ്റൂല. മന്ദബുദ്ധി എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധി ഉണ്ടെന്ന് സമ്മതിക്കേണ്ടി വരും. ഒരു ബുദ്ധിയില്ലാത്ത പോഴന്മാർ അത് തന്നെ. ഈ തമാശക്കാണെങ്കിൽ അത് കേൾക്കുമ്പോ എനിക്ക് സാർ വളരെ ഒരുപാട് നാളായിട്ട് താങ്കൾ ഇത് പറയുന്നു, അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് നാളായിട്ട് താങ്കൾ പല പല കാര്യങ്ങൾ പല രീതിയിലൂടെ പറയാനായിട്ട് ശ്രമിക്കുന്നു, പല കാര്യങ്ങളിലൂടെ പറയാനായിട്ട് ശ്രമിക്കുന്നു. ഒരുപക്ഷെ താങ്കളുടെ ഈ വാക്കുകൾ തന്നെയാണ് കേരളം മുഴുവൻ ഈ മുല്ലപ്പെരിയാറിന്റെ വിഷയത്തിൽ വളരെ വൈകാരികമായിട്ട് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പറയും. കാരണം ഞാൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാവും എല്ലാ ആൾക്കാരും താങ്കളുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയം പറയുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും. എങ്കിലും നമ്മുടെ ഈ മുല്ലപ്പെരിയാർ ഡാം തകർന്നു കഴിഞ്ഞാൽ അതിനെ സംഭവിക്കാതിരിക്കട്ടെ, ഞാൻ ആ വാക്ക് ഉപയോഗിക്കാത്തതാണെങ്കിലും ഞാൻ ചോദിക്കുകയാണ്, തമിഴ്നാട്ടിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്ന കാഷ്വാലിറ്റീസ് സാർ ഇതിനോടകം വിശദീകരിച്ച് കഴിഞ്ഞു, എനിക്കത് കേൾക്കണ്ട, കാരണം അത് വളരെ ദുഃഖകരമാണ് പറയുന്നത്. തമിഴ്നാട്ടിൽ എന്തായിരിക്കും സംഭവിക്കുക? കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകനോട് സംസാരിച്ചപ്പോൾ പുള്ളി പറയുന്നത് കേരളത്തിനെക്കാട്ടിലും ദുരിതം തമിഴ്നാട്ടിലായിരിക്കും ഇത് ഉണ്ടാക്കാമെന്ന്. കാരണം അവരുടെ പല ജില്ലകൾക്കും കാർഷികോൽപാദനത്തിന് വെള്ളമില്ലാതെ, അവർക്ക് ഒരിറ്റ് വെള്ളം കുടിക്കാനില്ലാതെ അവർ നരകിച്ച് കഴിയേണ്ട ഒരു സാഹചര്യം വരും. വലിയ രീതിയിൽ തമിഴ്നാട് തകർന്നു പോകും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? ആരാ പറഞ്ഞത്? എന്നോടൊരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞതാ. പുള്ളിക്കാരന്റെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, വെറുതെ എന്തിനാ സാറ്. എന്റെ ധനുഷ് ഇത് എന്ത് കഷ്ടാണ്. സായിപ്പ് ഏതോ ഒരു വരണ്ട് കിടക്കണ പാടം കാണിച്ചു വെച്ചും അവൻ ഇവിടുത്തെ മരങ്ങൾ വെട്ടി ഇംഗ്ലണ്ടിലേക്ക് കടത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ധാതുക്കള് എല്ലാം കുഴിച്ച് കളച്ച് മറിച്ച് എടുത്തു കൊണ്ടുപോകാനായിട്ട്, ഇവിടുത്തെ മൃഗങ്ങളെ വേട്ടയാടി ഇംഗ്ലണ്ടിലെ പെണ്ണുങ്ങൾക്ക് വാനിറ്റി ബാഗ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട്, ആദിവാസി ആൾക്കാരെ ഉപദ്രവിക്കാനായിട്ട്, സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയൊക്കെ ഉപദ്രവിക്കാനായിട്ട് അവരൊരു കഥ പറഞ്ഞു പറഞ്ഞിട്ട് ഈ കേരളത്തിലെ ആൾക്കാർ ഈ പാണന്മാര് പാടിക്കൊണ്ട് നടക്കണ പോലെ പാടിക്കൊണ്ട് നടക്കണതാണ് ഇത്. ഇവിടെ ഇത്ര ഇപ്പോഴത്തെ കണക്കനുസരിച്ച്, അന്നത്തെ കണക്ക് പോട്ടെ, ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നാഷണൽ ആവറേജിനേക്കാളും മഴ പെയ്യുന്ന സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ മധുര, ഡിണ്ടിഗൽ, രാമനാഥപുരം, ശിവഗംഗ എന്നൊക്കെ പറയണ ഈ 5 ജില്ലകള് നാഷണൽ ആവറേജിനേക്കാളും മഴ പെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇപ്പൊ അവർക്ക് വെള്ളത്തിന് ആവശ്യമുണ്ട്. ഇപ്പൊ ഏത് മാസമാണ്? ഓഗസ്റ്റ്. വെള്ളത്തിന് ആവശ്യമില്ല. ജൂണിൽ ആവശ്യമില്ല, ജൂലൈയിൽ ആവശ്യമില്ല, ആഗസ്റ്റിൽ ആവശ്യമില്ല, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ,
ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ആവശ്യമില്ല. ഉം, ഉം, അവർക്ക് വേണ്ടത് ഏപ്രിലാണ്. ഉം, ഏപ്രിലില് കടുത്ത വേനലില് കൃഷിക്ക് വേണ്ടിയാണ് ഉം, അവർ വെള്ളം കൊണ്ടുപോകുന്നത്. അവർ ഈ ഉം, കൃഷിയിൽ നിന്ന് 50,000 കോടി ഉണ്ടാക്കുന്നത് കാരണം ഉം, എന്താണെന്നറിയോ? ഉം, അവിടുത്തെ ആ 5 ജില്ലയിൽ 2 ജില്ല ചേർത്ത് വെച്ചാൽ നമ്മുടെ മൊത്തം കേരളമായി. അത്ര ഒരു ഉം, വൈഡ് വിസ്തൃതിയുള്ള ഒരു ഒരു പ്രദേശത്തെ ഒരു പ്രാവശ്യത്തെ കൃഷിക്കാണ് ഈ വെള്ളം. ആ ഒരു പ്രാവശ്യത്തെ ഉം, കൃഷിക്ക് കൊണ്ട് 50,000 കോടി രൂപയുടെ ലാഭമാണ് തമിഴ്നാട് ഉം, ഉണ്ടാക്കിയെടുക്കുന്നത്. മനസ്സിലായ? ഉം, അവർക്ക് ഈ പറയണ ഉം, പോലെ ഉം. അവർക്ക് ഈ ഡാം അങ്ങോട്ട് പൊട്ടിപ്പോയാൽ ഒരു പ്രാവശ്യം കൃഷി ചെയ്യാൻ പറ്റൂല. അത്രേ ഉള്ളൂ. കുടിവെള്ളത്തിനൊന്നും ഒരു ഉം, പ്രശ്നമില്ല അവിടെ. മനസ്സിലായ? ഉം, കുടിവെള്ളത്തിന് ഒരു ഉം, വിഷയമില്ല. പിന്നെ ഉം, അവർക്കിത് പൊട്ടിപ്പോയാൽ ചിലപ്പോൾ നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ആരും ഉണ്ടാവും, ചോദിക്കാനും പറയാനും ആരും ഇപ്പോഴും ഇല്ല. ഇത് ഉം, പൊട്ടി ഈ 3.5 കോടി ജനങ്ങൾ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആരവിടെ ചോദിക്കാനും പറയാനുള്ളത്? അപ്പൊ പിന്നെ അവര് ഉം, 40 എംപിമാരുണ്ട് പാർലമെന്റിൽ, പറയാണ് ഞങ്ങൾ കേരളത്തെ നോക്കിക്കോളാം, ഞങ്ങൾ അവിടെ ആ ഉം, ഭൂപ്രകൃതിയെ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞ ഉം, കേരളം തമിഴ്നാടിന്റെ 41ാമത്തെ ജില്ല. എത്ര ജില്ലയുണ്ട് അവിടെ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. 40 ജില്ല ഉണ്ടെന്നാണ് ഉം. എനിക്ക് ഒരു വർക്ക് ഐഡിയ. 40 ജില്ല ഉണ്ടെങ്കിൽ 41ാമത്തെ ജില്ലയായിട്ട് കേരളം അങ്ങ് എടുക്കും. അത്രേ ഉള്ളൂ. ഓ തമിഴ്നാടിന്റെ ഒരു ജില്ലയാണ്. അത്രേ ഉള്ളൂ. നമ്മുടെ ഭാഷ, സംസ്കാരം, മലയാളിത്വം ഉം. ഇതൊക്കെ പോയി അണ്ണാച്ചിയായി കിട്ടും. അതാണ്ടാവാൻ പോകുന്നത്. അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ ഇതിന് പ്രത്യേക താല്പര്യമൊന്നുമില്ലാതെ തമിഴ്നാട്ടിലുള്ള ആൾക്കാർ സേഫാണ്. അതുകൊണ്ടാണ് പ്രത്യേക താല്പര്യമൊന്നും ഇല്ലാതിരിക്കുന്നതെന്നാണ് സാർ പറയുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ സാറേ, അവരെന്തൊരു കേന്ദ്രത്തിൽ ഇത് കുഴപ്പമില്ലാതെ വരുന്നു. അത് ഉം, ഞാൻ പറയട്ടെ, ഉം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെപ്പോലെ ബുദ്ധിയില്ലാത്ത ആൾക്കാരല്ല തമിഴന്മാര്. നല്ല ബുദ്ധി. അവര് 100%. കണ്ടില്ലേ? ആ ആ, അവര് കണ്ടില്ലേ അവിടെ ഓരോരോ ക്ഷേത്രങ്ങൾ പണിത് വെച്ചിരിക്കുന്നത്? അവരുടെ ടെക്നോളജി ഉം, ആ കാലങ്ങളിൽ എന്തായിരുന്നു? അവരെത്ര യുദ്ധങ്ങൾ ഉം, ജയിച്ച്? ഉം, തമിഴ് രാജവംശങ്ങളുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അവരേതാണ്ട് നോർത്ത് വരെ പിടിച്ചിട്ടുണ്ട് ഒരു കാലഘട്ടങ്ങളിൽ. അവര് ഉം, ഉം, ബുദ്ധിയുള്ള ജനം. ഈ മലയാളികളെ പോലെ പോഴന്മാരല്ല. ഉം, അവര് ഉം, അവര് എല്ലാ തരത്തിലും ഉയർന്ന്, അവരുടെ ഭാഷ ഉം, എന്ന് പറയണ തന്നെ പണ്ട് അണ്ണാദുരൈ പറഞ്ഞ്, ഈ ഹിന്ദി അല്ല ഇന്ത്യയുടെ രാഷ്ട്രഭാഷ ആക്കേണ്ടത്, തമിഴാണെന്ന്. ലോകത്ത് ഉം. അതെ അതെ അതെ. ഹിന്ദി സംസാരിക്കുന്നതിലും കൂടുതൽ തമിഴ് സംസാരിക്കുന്നവരാണ്. അതിനോട് ഞാനും യോജിക്കാണ്. കാരണം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദിയേക്കാളും കുറച്ചുകൂടെ അടുപ്പം തമിഴാണ്. തമിഴ് രാഷ്ട്രഭാഷയാക്കണമെന്ന് അണ്ണാദുരൈ പറഞ്ഞു, ഞാനും ഉം, സപ്പോർട്ട് ഉം, ചെയ്യാണ്. ഉം. അപ്പൊ അത് ശരി. എത്ര രാഷ്ട്രങ്ങളിൽ തമിഴ് സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട്? ശ്രീലങ്ക, ഉം, മലേഷ്യ, ഉം, സിംഗപ്പൂര് തുടങ്ങിയത് ഉം, ഒത്തിരി രാജ്യങ്ങളിൽ തമിഴ് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. ഹിന്ദി എവിടെ ഉണ്ട്? ഉം, ഈ 3-4 ഉം, നോർത്ത് ഇന്ത്യൻ ഗോസായിമാരും മാത്രമാണ് ഇത് സംസാരിക്കുന്നത്. പിന്നെ ഗാന്ധിജി പിടിച്ച പിടിയാലെ പിടിച്ചത് കൊണ്ട് ഹിന്ദി രാഷ്ട്രഭാഷയായി. തമിഴകത്ത് ഹിന്ദി കയറ്റത്തില്ല, അത് വേറെ വിഷയം. ഉം, അവരുടെ ഉം, കാര്യത്തിന് അത് കണ്ടുപഠിക്കണം. അവര് ഉം, ഹിന്ദി അവിടെ കയറ്റുന്നില്ല. അവർക്ക് ഉം, അവരുടെ ഭാഷയോട്, സംസ്കാരത്തോട്, അവരുടെ നിറത്തോട്, ധനുഷ് ഏതാണ്ട് ആ ഉം. കളറൊക്കെയാണ്, ആ നിറത്തോട് അവർക്കൊരു ആഭിമുഖ്യമുണ്ട്. അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ നിറത്തോട് നമ്മൾ കറുത്തിരിക്കണം ചിന്തിക്കണം. എന്താണെന്നറിയോ? അധമ ഉം, വിചാരാണ് മലയാളിക്ക്. അവൻ വെളുപ്പിക്കാൻ ഉം, ശ്രമിക്കാം, ഫെയർ ആൻഡ് ലവ്ലിയൊക്കെ ഉം, തേച്ചിട്ട്. ഉം, കറുത്ത ഉം, തമിഴെ കുറച്ചുകൂടെ കറുപ്പിക്കാൻ നോക്കാം. അവനാ കറുപ്പിൽ ഉം, അഭിമാനമുണ്ട്. അവരുടെ DMKയുടെ ഉം. ഫ്ലാഗ് നോക്ക്, കറുപ്പും അതെ. ചുവപ്പുമാണ്. അവന് ഉം, ഉള്ളതില് അവന് അഭിമാനമുണ്ട്. അവിടുത്തെ ഉം, ആരോഗ്യമൊക്കെ ഈ ലോകത്ത് ആർക്കും ഏതെങ്കിലും ജനതയ്ക്കുണ്ടോ? ആ കറുത്ത ആൾക്കാരുടെ ഉം, ആരോഗ്യം, ആ ദ്രവീഡിയൻസിന്റെ ഒരു ഉം, കെൽപ്പ്. ഉം, എന്നിട്ട് ഈ പോഴന്മാര് അവരെ പുച്ഛിക്കാണ്. ഉം. മനസ്സിലായ? അവർക്കാണ് ബുദ്ധിയുള്ളത്. അവര് മുല്ലപ്പെരിയാർ വിഷയത്തിൽ വളരെ തന്ത്രപൂർവം ഇത്രയും നാൾ നേടിയത് അവരുടെ ബുദ്ധി. ഉം, എതിർത്തവനെയൊക്കെ സാമം ഭേദം ദണ്ണം ഉം. ആദ്യം പറഞ്ഞു കൊടുക്കും. അത് സ്വീകരിച്ചില്ലെങ്കിൽ പണം കൊടുക്കും. അതും സ്വീകരിച്ചില്ലെങ്കിൽ അടി കൊടുക്കും. അടി ഓ. കൊടുക്കേണ്ടതായിട്ട് ഇതുവരെ അവർക്ക് വന്നിട്ടില്ല. ഉം, അവരെ അടി ഉം, കൊടുക്കാൻ തയ്യാറാ, അതിനും വന്നിട്ടില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ കയറി അടിച്ചിട്ടുണ്ട്. ഉം, ഉം, അതെന്താണെന്നറിയോ? ഒരു നട്ടലുള്ള ഒരു ഉം, ഗവൺമെന്റ് കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ഉം, ഉം, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആർമി ഉണ്ടല്ലോ, ഇന്ത്യയുടെ ആർമി ഉം. എന്ന് വെച്ചാൽ ലോകത്തിൽ തന്നെ ഏറ്റവും സുസജ്ജമായ ആർമിയാണ്. അവരെയൊക്കെ അതെ. തല്ലി ഓടിച്ചു വിട്ടാണ് കേരളത്തിൽ നിന്ന്. ഇവിടെ ഒരു സർക്കാർ ഉം, ഇല്ലാത്തതുകൊണ്ടാണ് കേരളത്തിൽ കയറി അടിച്ചത്. തമിഴ്നാട്ടിലെ മലയാളികളുടെ കടകളും കമ്പോളങ്ങളും
അവരുടെ ബിസിനസ്സും ഒക്കെ നശിപ്പിച്ചത് കേരളത്തിലൊരു ഗവൺമെന്റ് ഇല്ലാത്തത് കൊണ്ടാണ്. ഇന്നേ വരെ നാളിതുവരെ ഭരിച്ച ഇടതും വലതും അല്ലാത്തതുമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള് തമിഴ്നാട്ടില് പ്രോപ്പർട്ടി നഷ്ടപ്പെട്ട ആളുകൾക്ക് അതിന്റെ ഒരു 10 ഇരട്ടി കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? വാങ്ങിച്ചു കൊടുത്തില്ല, അത് പോട്ടെ. ആവശ്യപ്പെട്ടിട്ടുണ്ടോ? പിന്നെ എന്ത് ഇവിടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ MLA-മാരും MP-മാരും ഒക്കെ വെറും വേസ്റ്റ് ആണ്. അല്ലെങ്കിൽ ഇവര് ഒരാളെ കാണിച്ചു കൊണ്ടിട്ട് എന്റെ മുമ്പിൽ കൊണ്ടുവരട്ടെ, തമിഴ്നാട്ടിൽ ആക്രമണം നേരിട്ട് ഒരു ചായക്കട തല്ലി പൊളിച്ച് ഇവന് ഒരു 15 ലക്ഷം രൂപ നഷ്ടം ഉണ്ടായി, ഞങ്ങൾ 50 ലക്ഷം മേടിച്ചു എന്ന് പറഞ്ഞ് ഒരാളെ കൊണ്ടുവരട്ടെ. വെറും വേസ്റ്റ് ആണ് ഇവിടുത്തെ MLA-മാരും MP-മാരും. അത് ഈ കേരളത്തിലെ പോഴമാര് തിരിച്ചറിയണം. തമിഴര് അങ്ങനെയല്ല. അതുകൂടെ ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, ഈ മുല്ലപ്പെരിയാർ വിഷയത്തില് ഷോൺ ജോർജുമായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ പല MLA-മാർക്കും MP-മാർക്കും കമ്പത്തും തേനിയിലും പല രീതിയിലുള്ള ബിസിനസ്സുകളും പല രീതിയിലുള്ള ഭൂസ്വത്തുകളും ഉണ്ട്. അതുകൊണ്ടാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇവരൊന്നും വലിയ സ്റ്റാൻഡ് എടുക്കാതിരിക്കുന്നതെന്ന് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായി. ഷോൺ ജോർജ് പറഞ്ഞ ആർക്കൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ കിട്ടിയെന്ന് അത് പുള്ളി പറഞ്ഞില്ല. പുള്ളി വളരെ റാൻഡംലി വളരെ ടാക്ടിക്കലായിട്ട് അതൊക്കെ പറഞ്ഞു പോയി. അതെന്താണ് പുള്ളിക്ക് പറയാനൊരു വിമ്മിഷ്ടം? അതെനിക്കറിയില്ല. പറഞ്ഞാൽ പുള്ളിക്ക് സംഭവിക്കും. അതെനിക്കറിയില്ല. ഞാൻ പുള്ളിയോട് ചോദിച്ചു, ബട്ട് ഹീസ് എന്താണ് പുള്ളി പറയാൻ തയ്യാറല്ല. വാട്ട് ടു ഡു? പുള്ളി പറയാൻ തയ്യാറല്ലാത്തതിന്റെ കാരണം ചോദിക്കായിരുന്നു. ഞാനും പറയാൻ തയ്യാറല്ല. വേണമെങ്കിൽ അതിന്റെ കാരണം കൂടി ചോദിച്ചോ. അതെ, ഞാനത് ചോദിക്കാൻ വരികയാണ്. സാർ എന്താണ് അത് എന്തുകൊണ്ടാണ് അത് നിങ്ങൾ വെളിപ്പെടുത്താൻ? പല ആൾക്കാരും ഇങ്ങനെ പറയുന്നുണ്ട്. ഈ പല ആൾക്കാരും ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടെന്ന് പറയാം. അപ്പൊ വി ആർ ഫോഴ്സ് ടു ആസ്ക്, അതായത് എന്താണ്, ആരാണ്, നിങ്ങൾ ആ ഡീറ്റെയിൽസ് പുറത്തു വിടും. ഇല്ല, പറയില്ല, ഞങ്ങൾ പറയില്ല. അതെന്താണ്? അതിപ്പോ തമിഴ്നാട് ഉദ്യോഗസ്ഥന്മാർ, ഇപ്പൊ നമ്മളൊരു വില്ലേജ് ഓഫീസർക്ക് കൈക്കൂലി കൊടുത്തുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആദ്യം കാണുന്ന നമ്മളുടെ സുഹൃത്തിനോട് പറയും, എന്താ പറയണേ, അവൻ ഭയങ്കര കൈക്കൂലിക്കാരനാട്ടോ, ഞാൻ 500 രൂപ കൊടുത്തെന്ന് പറയും. ഇല്ല, നമുക്കത് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരു വിഷമാണ്. അതുപോലെ തമിഴ്നാട് ഉദ്യോഗസ്ഥന്മാർക്ക് ആ വിഷമമുണ്ട്. അവരെല്ലാ കാര്യങ്ങളും ആർക്കൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ കിട്ടി എന്നുള്ള കൃത്യമായ വിവരം എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയാതിരിക്കണ എന്താണെന്നറിയോ? എന്റെ ലക്ഷ്യം രാഷ്ട്രീയക്കാരെ നന്നാക്കലല്ല. അവരെ നന്നാക്കേണ്ട ജോലിയും ഇല്ല, ഒന്നുമില്ല. രാഷ്ട്രീയത്തിൽ തന്നെ ഞാനില്ല. അപ്പം എന്റെ ലക്ഷ്യം, ഞാൻ രാഷ്ട്രീയത്തിൽ ഇപ്പൊ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനും MLA ആവാനും MP ആവാൻ തയ്യാറാണ്. എന്തിന്? ഈ മുല്ലപ്പെരിയാർ വിഷയത്തിന് വേണ്ടി. ഇപ്പൊ CPM പറയാണ് അടുക്ക റസൽ ജോയി സ്ഥാനാർത്ഥിയായിട്ട്. ഞാൻ അവരോട് പറയാണ്, മുല്ലപ്പെരിയാർ വിഷയം പരിഹരിക്കുന്നതാണ് എന്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഞാൻ നിൽക്കാന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ നിൽക്കും. മുസ്ലിം ലീഗ് പറഞ്ഞാലും നിൽക്കും. എനിക്ക് മുല്ലപ്പെരിയാർ വിഷയത്തിന് സ്ഥാനാർത്ഥിയായി നിൽക്കണമെങ്കിൽ ഞാൻ നിൽക്കും. അങ്ങനെയാണ്. പക്ഷെ എനിക്ക് സത്യത്തില് രാഷ്ട്രീയമില്ല. മുല്ലപ്പെരിയാർ വിഷയത്തിന് രാഷ്ട്രീയം ഉപയോഗിക്കണമെന്ന് തോന്നിയാൽ ഞാൻ ഉപയോഗിക്കാം എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇവര് തമിഴ്നാട് ഉദ്യോഗസ്ഥന്മാർ ഇതെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ രാഷ്ട്രീയക്കാരെ നന്നാക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് ജനങ്ങളുടെ ജീവനാണ് വിഷയം. അതുകൊണ്ട് ഞാൻ പറയാൻ തയ്യാറല്ല, അത്രേ ഉള്ളൂ. ഈ കേന്ദ്രത്തിന് ഇതിലിപ്പോ എന്താ സാറേ ചെയ്യാൻ പറ്റുക? കേന്ദ്രമൊന്നും ചെയ്യുന്നില്ല. കേന്ദ്രത്തിന് എന്താ ഇത് ചെയ്യാൻ പറ്റുക? കേന്ദ്രത്തിന് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യാൻ പാകത്തിന് ആക്കി കൊടുത്തിട്ടുണ്ടല്ലോ കേന്ദ്ര സർക്കാരിന്. ഞാൻ സുപ്രീം കോടതിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ലോകത്തിലെ ഏറ്റവും റിനൗണ്ട് ആയിട്ടുള്ള സയന്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കണം. ഇന്നുവരെ പരിശോധിച്ചിട്ടില്ല. കുറച്ച് സിവിൽ എഞ്ചിനീയേഴ്സ് പോയി പരിശോധിച്ചിട്ടുണ്ട്. ഡാം എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇവര് വിചാരിച്ചിരിക്കുന്ന സിവിൽ എഞ്ചിനീയറിംഗ് എന്നാണ്. സിവിൽ എഞ്ചിനീയറിംഗ് അല്ല ഡാം എഞ്ചിനീയറിംഗ്. മാത്രമല്ല, സിവിൽ എഞ്ചിനീയേഴ്സും വേണം, ഹൈഡ്രോളജിസ്റ്റുകളും വേണം, സീസ്മോളജിസ്റ്റുകളും വേണം, വേറെ പല ശാസ്ത്ര ശാഖകളും പഠിച്ച ആൾക്കാരുടെ ഒരു യൂണിയനാണ് ഈ പറയുന്ന ഡാം എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അന്വേഷിച്ചു, ലോകത്ത് അപ്രകാരമുള്ള ഒരു സയൻസ് എന്താണ്, സയൻസ് എന്താണെന്ന് അന്വേഷിച്ചപ്പോ റിലയബിലിറ്റി സയൻസ്. ഇപ്പൊ നിങ്ങൾ ഈ പിടിക്കുന്ന ക്യാമറ ഉണ്ടല്ലോ, ആ ക്യാമറ നിങ്ങൾക്ക് എത്ര നാൾ ആശ്രയിക്കാം? ഞാനിപ്പോ ഈ ഉപയോഗിക്കുന്ന മൊബൈല്, അത് എനിക്ക് എത്ര നാൾ ആശ്രയിക്കാം? മനുഷ്യ ശരീരത്തിൽ വെക്കുന്ന ഇന്റേണൽ ആർട്ടിഫിഷ്യൽ ഹാർട്ട്, അങ്ങനെ പേസ് മേക്കർ, അങ്ങനെയുള്ള സാധനങ്ങൾ എത്ര നാൾ നമ്മുടെ ശരീരത്തിന് ആശ്രയിക്കാം?
ഒരു ഡാം ഉം, സ്ട്രക്ചർ, ഒരു സിമെന്റ് സ്ട്രക്ചർ, അല്ലെങ്കിൽ ഒരു വണ്ടി, നമ്മൾ വാങ്ങിക്കുന്ന യുദ്ധോപകരണങ്ങള്, എയർക്രാഫ്റ്റ്, ഉം, എല്ലാം സാധനം എത്ര നാൾ നമുക്ക് ഉം, ആശ്രയിക്കാൻ പറ്റും പറയാനായിട്ട് ലോകത്ത് ഒരു സയൻസേ ഉള്ളൂ. അത് റിലയബിലിറ്റി ഉം. സയൻസ് ആണ്. ആ ഓക്കെ. സയന്റിസ്റ്റുകളെ പറയുന്നതാണ് റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ. ഉം, അവര് വന്ന് ഡാം പരിശോധിക്കട്ടെ എന്നാണ് ഞാൻ സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഉം, അവര് വന്ന് ഡാം പരിശോധിച്ച് എന്ന് വരെ ഇത് നിൽക്കും, അതിന്റെ ഉം, ഡേറ്റ് ഓഫ് ഇറ്റ്സ് ഡീകമ്മീഷനിങ് ഇത് ഉം, പറയണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് ഉം, പറയാനുള്ള അങ്ങനെ പറയാനുള്ള ഒരു തന്ത്രമുണ്ട്. റിലയബിലിറ്റി സയൻസ് എന്ന് പറഞ്ഞാൽ ആ സയൻസ് പ്രകാരം ഒരു ഡാമിന്റെ മാക്സിമം ആയുസ് 40 വർഷവും. അപ്പൊ അവർക്ക് ഉം, ഡാം ഉം, പരിശോധിക്കേണ്ടി തന്നെ വരില്ല. 130 വയസ്സ് ആയ ഈ ഡാമിനെ നിലനിർത്താൻ അവർ പറയില്ല. അതാണ് എന്റെ ലക്ഷ്യം. അപ്പൊ കേന്ദ്ര ഉം, സർക്കാരിന് പറയാലോ, അഡ്വക്കേറ്റ് റസൽ ജോയി ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്നു, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഉം, പിന്തുണയ്ക്കുന്നു, റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കുന്നതിന് ആവശ്യമായ ചെലവ് ഞങ്ങൾ വഹിച്ചോളാം ഇന്ന് രണ്ട് ഉം, സെന്റൻസ് പറഞ്ഞ് സുപ്രീം കോടതിയിൽ ഇന്നൊരു അഫിഡവിറ്റ്, ഒരു സത്യവാങ്മൂലം ഇട്ട നാളെ മുല്ലപ്പെരിയാർ കേസ് തീർന്നു. റിലയബിലിറ്റി ഉം, ഉം, സയന്റിസ്റ്റുകൾ വരും. അമേരിക്കയിലെ ഒന്നും കാനഡയിലെ 2 ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് ഞാൻ അഡ്രസ് സുപ്രീം കോടതിയിൽ ഞാൻ ഹാജരാക്കിയിട്ടുണ്ട്. അവര് വരും, ഉം, അവര് പരിശോധിക്കും, അവര് റിപ്പോർട്ട് കൊടുക്കും, മുല്ലപ്പെരിയാർ കേസ് തീർന്നു. കേന്ദ്ര ഉം, സർക്കാരിന് അതുപോലെ സഹായിക്കാം. അതുപോലെ തന്നെ കേരള സർക്കാരിനും ചെയ്യാം. രണ്ടാം എതിർകക്ഷി ഉം, കേരള സർക്കാർ അല്ല, അത് സോറി, രണ്ടാം എതിർകക്ഷി കേരള സർക്കാർ തന്നെയാണ്. അവർക്കും ഈ ഉം, സത്യവാങ്മൂലം സമർപ്പിക്കാം. റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിച്ച് അതിന്റെ ഡേറ്റ് ഓഫ് ഡീകമ്മീഷനിങ് ഫിക്സ് ചെയ്യണേന്, അത് എന്ന് പൊളിച്ചു കളയുന്നുള്ളത് ഫിക്സ് ചെയ്യണേന് ഞങ്ങൾക്ക് ഉം, വിരോധമില്ല. അതിന്റെ ചെലവ് ഉം, കേരള സർക്കാർ വഹിച്ചുകൊള്ളാം എന്ന് രണ്ട് സെന്റൻസ് എഴുതി സുപ്രീം കോടതിയിൽ ഒരു സത്യവാങ്മൂലം ഇന്ന് ഫയൽ ചെയ്ത നാളെ കേസ് തീർന്നു. അല്ലാതെ ഈ ഉം, ഡാം പണിയാന്നും പറഞ്ഞുകൊണ്ട് കാലാകാലം നടക്കണ്ട, ടണല് പണിയാന്നും പറഞ്ഞുകൊണ്ട് ഒരു അൺസയന്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞ് സുപ്രീം കോടതിയിലിട്ട് കറക്കണ്ട, ഒന്നും വേണ്ട. ഉം, പെട്ടെന്ന് കേസ് തീരും. ഉം, അങ്ങനെ ഡീകമ്മീഷൻ റിപ്പോർട്ട് സുപ്രീം കോടതി വന്നാല് സ്റ്റാലിൻ, നമ്മുടെ ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ MK സ്റ്റാലിൻ സെന്റ് ജോർജ് ഫോർട്ടിൽ നിന്ന് ഇറങ്ങും, ഉം, തിരുവനന്തപുരത്ത് ഉം, വരും. ഉം, നമ്മുടെ മുഖ്യമന്ത്രി ഉം, തമിഴ്നാട്ടിലേക്കൊന്നും പോകണ്ട, ഉം, തിരുവനന്തപുരത്ത് വന്ന് കൈകൂപ്പി നിൽക്കും. EMSന്റെ മുമ്പിൽ നിന്ന പോലെ, പട്ടത്താണ പിള്ളയുടെ മുമ്പിൽ നിന്ന പോലെ, CH മേനോന്റെ കാലത്ത് അവർ തന്ത്രപൂർവ്വം കളിച്ച പോലെ അവർ വന്നു നിൽക്കും. ഉം, അല്ലാണ്ട് ഇവിടുന്ന് ഉം, ആരും അങ്ങോട്ട് പോകണ്ട, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും വെള്ളം തായോ എന്ന് പറഞ്ഞു. വെള്ളം ഉം, കൊടുക്കാനായിട്ട് 1000 വഴിയുണ്ട്. കക്കി ഡാമിൽ നിന്ന് 52 കിലോമീറ്റർ പൈപ്പ് വലിച്ചാൽ മുല്ലപ്പെരിയാർ പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് ഘടിപ്പിക്കാം. കക്കി ഡാമിൽ അതെ. മുല്ലപ്പെരിയാർ ഡാമിലുള്ളതിൽ കൂടുതൽ വെള്ളമുണ്ട്. അവർക്ക് ഉം, ഇപ്പൊ ഉം, കിട്ടുന്നതിൽ കൂടുതൽ വെള്ളവും കിട്ടും, ഇപ്പൊ കിട്ടുന്നതിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. സിമ്പിൾ മെത്തേഡാണ്. ഉം, പക്ഷെ ഒരു കാര്യമുണ്ട്, ഉം, പുതിയ കരാറ് വരും. ഇപ്പൊ കൊണ്ടുപോണ പോലെ 10 ലക്ഷം താലത്തിൽ വെച്ച് ഇങ്ങനെ നിൽക്കാൻ നമ്മൾ മേടിച്ചു വെക്കുന്നില്ല. താലം തിരിച്ചെടുത്തു കൊണ്ടുപോയി വെക്കാം. പിറ്റേ കൊല്ലവും ഈ താലത്തിൽ 10 ലക്ഷം കൊണ്ടുവരിക, നമ്മൾ മേടിക്കുന്നില്ല, തിരിച്ചങ്ങോട്ട് കൊണ്ടുപോയി ഖജനാവിൽ വെക്കുക. ആ പരിപാടിയൊന്നും നടക്കൂല. അവര് തന്നെ പറയുന്ന, അവരുടെ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് പറയുന്ന 50,000 കോടി രൂപയുടെ ലാഭം ഉണ്ടെന്ന്. അപ്പൊ ഒരു 10,000 ഞാൻ വളരെ കുറച്ച് പറയണാണ് കേട്ടോ. അത് മതി നമുക്ക് അധികമൊന്നും വേണ്ട. ഒരു 10,000 കോടി ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാല് നമ്മുടെയൊക്കെ സ്ഥിതി എന്താണ്? ഇവിടത്തെ ചെറുപ്പക്കാരും പിന്നെ യൂറോപ്പിലും അമേരിക്കയിലും ഗൾഫിലും ഒന്നും പോയി അടിമപ്പണി ചെയ്യാൻ പോകൂല. ഇവിടെ തന്നെ അവർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടും. മനസ്സിലായോ? ഈ നാട് സമ്പന്നാവും. നമ്മളെ കണ്ടുകൊണ്ടാണ് ഇംഗ്ലീഷുകാരും ഡച്ചുകാരും പോർച്ചുഗീസുകാരും കൂടെ വന്നത്. അല്ലാണ്ട് ഉത്തരേന്ത്യൻ ഗോസായിമാരെ കണ്ടൊന്നുമല്ല. കേരളം കണ്ടോണ്ടാ അവർ ഇങ്ങോട്ട് വന്നത്. മനസ്സിലായ? അപ്പൊ പിന്നെ 468 കോടി രൂപയുടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് ഇങ്ങോട്ട് തരേണ്ടി വരും. കാരണം തമിഴ്നാട് എനർജി സർപ്ലസ് സ്റ്റേറ്റ് ആണ്, കേരളത്തെ പോലെ ഡിഫിസിറ്റ് സ്റ്റേറ്റ് അല്ല. അത് ഇങ്ങോട്ട് തരേണ്ടി വരും. ഇതൊക്കെ നമ്മുടെ വെള്ളത്തിൽ നിന്ന് അവർ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അത് നമുക്ക് തരേണ്ടി വരും. പുതിയ കരാറ് വരും. അതാണ് പലർക്കും പേടി. അതാണ് ടണലുണ്ടാക്കല്, ടണലുണ്ടാക്കണം എന്ന് പറഞ്ഞു വന്നേക്കുന്നത്. തമിഴ്നാട് പറഞ്ഞു കൊടുക്കും, നിങ്ങൾ ഇങ്ങനെ പറയും, ടണലുണ്ടാക്കുന്നു പറയും, അതും പറഞ്ഞുകൊണ്ട് കുറെ നാളെ അങ്ങോട്ട് പോയിക്കും. ടണലൊന്നും ഇവിടെ ഞങ്ങൾ സമ്മതിക്കാൻ വേണ്ടി പോകുന്നില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെ പറയും, നിങ്ങൾ ടണലുണ്ടാക്കുമെന്ന് പറയും. അപ്പൊ ടണലുണ്ടാക്കുമ്പോ എന്താണ്? 999 വർഷത്തെ കരാർ അങ്ങനെ തന്നെ നിൽക്കും. അപ്പൊ തമിഴ്നാട് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ ടണൽ ഉണ്ടാക്കുന്നു പറയുന്നു. ഇവര് പറയും അവര് ടണൽ ഉണ്ടാക്കാനൊന്നും അവര് വരുത്തൊന്നുമില്ല, അത് നടക്കത്തുമില്ല. വെറുതെ സമയം കളയാൻ വേണ്ടി പറയുന്നത്. അതിനു മുമ്പ് ഡാം തകർന്ന് കേരളത്തിലെ ആൾക്കാർ ഒഴുകിപ്പോയാൽ
കേരളാവ് തമിഴ്നാടിന്റെ ഒരു ജില്ല, അത്രേ ഉള്ളൂ. പിന്നെ താങ്കൾ അവർക്ക് പറയുന്നതിൽ വെള്ളം വളരെ കൊണ്ടുപോകുമോ? പിന്നെ നോക്ക്, പിന്നെ ധനുഷ് നോക്ക്, പിന്നെ അവർക്ക് വെള്ളം കൊണ്ടുപോവോ, കരിമണൽ വാരി കൊണ്ടുപോവോ, ഇവിടെ ഈ കുഴിച്ചെടുക്കണ ബ്ലാക്ക് ഗോൾഡ് ഉണ്ടല്ലോ, കല്ല്, അത് മൊത്തം കുഴിച്ചു കൊണ്ടുപോകുമല്ലോ. എന്തൊരു ഇതാണെന്ന് പറഞ്ഞു. നമ്മള് പച്ചക്കറി അവിടെ നിന്ന് മേടിക്കുന്നു, ഫ്രൂട്ട്സ് മേടിക്കുന്നു, ഇറച്ചി, മീന്, പാല്, മുട്ട, സകലതും മേടിക്കണം. കല്ല് മേടിക്കൂല, കല്ല് തമിഴ്നാട്ടിൽ നിന്ന് മേടിക്കൂല. അതിന് പകരം ഈ നാട് തുറക്കും. 5000 കോറിയോളം പെർമിറ്റ് കൊടുത്തു എന്നാണ് എന്റെ ഒരു അറിവ്. എന്നിട്ട് ഞാൻ ഈ സുപ്രീം കോടതി പോയി ഈ വരുമ്പോ ഈ നെടുമ്പാശ്ശേരിയുടെ മുകളില് ഈ ഫ്ലൈറ്റ് ഇങ്ങനെ കുറച്ചു നേരം വട്ടമിട്ട് പറക്കും. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്ര കോറിയാന്നറിയോ? ആരെങ്കിലും അതൊന്ന് ശ്രദ്ധിക്കണം. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കുഴികളാണ്, കോറികളാണ്. ഇങ്ങനെ കേരളം മുഴുവൻ കുഴിച്ചു വെച്ചിരിക്കും. പിന്നെ മുണ്ടക്കൈ ഉണ്ടാവേണ്ടിരിക്കോ? പുത്തുമല ഉണ്ടാവേണ്ടിരിക്കോ? ചൂരൽമല ഉണ്ടാവാണ്ടിരിക്കോ? ഇനിയിപ്പോ നോക്കിക്കോ, ആഗസ്റ്റ് മാസം ഞാൻ ഭയപ്പാടോടുകൂടി നിൽക്കുകയാണ്. ഇടുക്കിയിൽ എവിടെയൊക്കെ വീഴുമെന്ന്, ആളുകൾ മരിക്കുമെന്ന് കണ്ടറിയണം. ഇനിയും വയനാട്ടിൽ ഉരുൾപൊട്ടലിന് സാധ്യത ഉണ്ടെന്നാ പറയണം. നമ്മളിവിടെ കുഴിക്കാണ്. ഇങ്ങനെ ഈ 38,863 സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ള ഈ കേരളം മുഴുവനും കുഴിച്ചു വെച്ചിരിക്കുന്ന രാഷ്ട്രീയക്കാരും അവരുടെ ബിനാമികളും. ഈ പാറമടയൊക്കെ നടത്തുന്ന ആരാണ്? രാഷ്ട്രീയക്കാരോ അവരുടെ ബിനാമികളോ? അവരാണ്. ഈ പ്രകൃതിയെ ഇങ്ങനെ നശിപ്പിച്ചാലേ കുറെ നാളിങ്ങനെ വെയിറ്റ് ചെയ്യും. പ്രകൃതിക്ക് ഒരു സന്തുലിത, ഒരു ഇക്വിലിബ്രിയം ഉണ്ട്. ആ ഇക്വിലിബ്രിയം ബാലൻസ് ചെയ്തേ പറ്റൂ. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ മനുഷ്യൻ തകർത്താല് അത് പുനഃസ്ഥാപിച്ചേ പറ്റൂ. അതിന് ചിലപ്പോ ഒരൊറ്റ കീച്ചങ്ങോട്ട് കീച്ചും. ഈ മുല്ലപ്പെരിയാർ മാത്രം തകർന്നാൽ മതി, ഈ കേരളത്തിന്റെ പഴയ പ്രകൃതി പുനഃസ്ഥാപിക്കപ്പെടും. പക്ഷെ നമ്മളുണ്ടാവില്ല, പ്രകൃതിയൊക്കെ ഉണ്ടാവും. പ്രകൃതി അത് പുനഃസ്ഥാപിക്കാനായിട്ട് പ്രകൃതി ഓരോ സമയമാകുമ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യും എന്ന് ഞാനും കേട്ടിട്ടുണ്ട്. എന്തായിരുന്നാലും സാറ് പറയുന്നതൊക്കെ കേട്ടിട്ട് ഒരു ഞെട്ടലോട് കൂടി ഇരിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കുന്നുള്ളൂ. ഈ പ്രത്യേകിച്ച് ഈ മുല്ലപ്പെരിയാറിന്റെ വിഷയത്തിലും അതിന്റെ അതെ, നമ്മൾ ഞെട്ടണ്ടേ? അല്ലാണ്ട് ഞെട്ടാണ്ട് മന്ദബുദ്ധിയായിട്ടിരിക്കണം. അല്ല, എല്ലാ സമയത്തും ഉണ്ടല്ലോ ഇത് നമ്മൾ എല്ലാ സമയവും ഓരോ സീസൺ ആകുമ്പോൾ പറഞ്ഞു തുടങ്ങുന്നതാണ് എന്ന് ആക്ഷേപിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പൊ യവന്മാരെ ഓർത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം എന്ന് പറയുന്നത്. നമ്മൾ ഒലിച്ചു പോയാലും ഇവർക്ക് ഒന്നുമില്ലല്ലോ. കാരണം ഇവര് ഒന്നെങ്കിൽ അങ്ങറ്റം ഇരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങറ്റം ഇരിക്കുന്നവരായിരിക്കും. ഈ ഒലിച്ചു പോകുന്നത് ഈ കോട്ടയം, ഇടുക്കി, തൃശ്ശൂരിന്റെ ഒരു ഭാഗം, ആലപ്പുഴ, ഇത്രയും മാത്രമേ പോവുകയുള്ളൂ, ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ സുഖശീതളമയിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെ കുറെ ആൾക്കാരാണ് ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നത്. അത് പൊട്ടാനൊന്നും പോകുന്നില്ല, അതൊക്കെ ചുമ്മാ പറഞ്ഞു വരുത്തുന്നതാണ്. റസൽ ജോയ് എന്ന് പറയുന്ന ഒരാൾ ചുമ്മാ പറഞ്ഞു വരുത്തുന്നതാണ്, ആൾക്കാരിൽ ഭീതി പടർത്താൻ, ഈ വ്യാജ പ്രചരണം എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ ചുമ്മാ പറഞ്ഞ് പത്തിക്കൊണ്ടിരിക്കുക. സോഷ്യൽ മീഡിയയിൽ പിന്നെ കമന്റ് ഇടാൻ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. അല്ല, ഇത് റസൽ ജോയ് പറയണമെന്നല്ല. ഇത് യുണൈറ്റഡ് നേഷൻസിന്റെ അക്കാഡമിക് വിങ് ഇവിടെ സ്റ്റഡി നടത്തി അവരുടെ റിപ്പോർട്ട് ഉണ്ട്. അത് നിങ്ങൾക്കും കിട്ടും, നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അവര് പറയണാണ്. അത് ഏറ്റു പറയണ പണിയാണ്. അല്ല, റസൽ ജോയ് ഇടാൻ പറ്റൂ എന്ന് പറയാനായിട്ട് ഞാനൊരു ലോയർ അല്ലേ? എനിക്ക് ജസ്റ്റിസ് കെ ടി തോമസ് പറയണ പോലെ പറയാൻ പറ്റുമോ? എനിക്ക് പറയാൻ പറ്റില്ല. ജസ്റ്റിസ് കെ ടി തോമസ് തന്നെ പറഞ്ഞത് സിവിൽ എഞ്ചിനീയേഴ്സിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സിവിൽ എഞ്ചിനീയേഴ്സ് കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനം അദ്ദേഹം ചിന്തിക്കണമായിരുന്നു. അദ്ദേഹം അത്രയും പ്രഗത്ഭനായ സുപ്രീം കോടതി ജഡ്ജൊക്കെ ആയിരുന്ന ഒരാൾ ചിന്തിക്കണമായിരുന്നു, ഈ സിവിൽ എഞ്ചിനീയറിംഗ് അല്ല ഡാം എഞ്ചിനീയറിംഗ് എന്ന് മനസ്സിലാക്കണമായിരുന്നു. ജെൻസിംഗ് ആരാന്നെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ പറഞ്ഞായിരുന്നു. ഹൈഡ്രോളജിസ്റ്റ് ആയിരുന്നു. ഇപ്പം ഈ ഇടുക്കി താങ്ങിക്കോളൂ എന്ന് പറയണത് വെള്ളം വന്ന് ഇടുക്കി ഡാമിൽ വന്ന് മുട്ടിക്കഴിയുമ്പോ എന്താ സംഭവിക്കണമെന്ന് അറിയാം? ഹൈഡ്രോളിക് ഹാമറിംഗ് എന്ന് പറയുന്ന പ്രതിഭാസമാണ്. ഇതെല്ലാം കൂടി തകർന്ന് കടലിൽ പോയാലും ഹൈഡ്രോളിക് ഹാമറിംഗ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്. അതായത് വെള്ളത്തെ വലിയ ഒരു ചുറ്റിയ കൊണ്ട് ഒറ്റയടി, അതാ സംഭവം. അതോടുകൂടി കടല് ഭൂമിയുടെ എതിർവശത്തൊക്കെ മാറിക്കൊടുക്കും. നമ്മള് ലിബിയയിലെ ഡെർണയിൽ കണ്ടത് അതാണ്. 2 TMC വെള്ളവും കൊണ്ട് ഡെർണ നഗരത്തെ മൊത്തം ആവാഹിച്ചുകൊണ്ട് കടലിൽ പോയി. എന്നിട്ട് തിരിച്ചു വന്നത് 7 നില കെട്ടിടത്തിന്റെ മുകളിലൂടെ സുനാമി ആയിട്ടാണ്. 2 TMC വെള്ളമുള്ളൂ. നമ്മൾ ഈ 120 TMC കൊണ്ട് അങ്ങോട്ട് ചെന്നാലുള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. തിരിച്ചു വന്നത് ഏത് രീതിക്കായിരിക്കും? അതാണ് നോസ്ട്രഡാമസിന്റെ പ്രവചനം. ഞാനിത് പറയുന്നത് റസൽ ജോയി കടൽ അങ്ങോട്ട് പോയി,
എല്ലാം കൊണ്ട് അങ്ങോട്ട് പോയി, അതുകൊണ്ട് എല്ലാം കൊണ്ട് ഇങ്ങോട്ട് സുനാമി ആയിട്ട് വരും എന്ന് റസൽ ജോയി പറഞ്ഞതല്ല. മനസ്സിലായോ? ഇതൊക്കെ ശാസ്ത്രജ്ഞന്മാര് പറയണതാണ്. നോസ്ട്രഡാമസിന്റെ പ്രവചനം അതാണ്. അതായത് കേരളം മൊത്തത്തിലും കർണാടകയുടെ തീരപ്രദേശങ്ങളും ഗോവയും മുംബൈയും അങ്ങനെ ഉള്ള ഒരവസ്ഥയിൽ നശിച്ചു പോകും. അതാണ് സൗത്ത് ഇന്ത്യ മുഴുവനും നശിക്കും, അരുണ നദിയാവുമെന്ന് നോസ്ട്രഡാമസിന്റെ പ്രവചനത്തിൽ പറയണത്. ഇനി അതും കൂടിയേ സംഭവിക്കാനുള്ളൂ. അത് സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് എന്റെ എല്ലാ ദിവസമുള്ള പ്രാർത്ഥന. അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് തന്നെയാണ് എന്റെയും പ്രാർത്ഥന. പറയും. എനിക്കൊരു വിശ്വാസം, ഞാൻ ഇതിന്റെ മുമ്പിൽ നിൽക്കണ കാരണം പൊട്ടില്ല എന്നൊരു വിശ്വാസം. അതൊരു സ്പിരിച്വൽ അല്ലെങ്കിൽ ഒരു മിസ്റ്റിക്കൽ തോട്ട്. ചിലപ്പോ അന്ധവിശ്വാസമാണെന്ന് ആളുകൾ പറയുമായിരിക്കും, പക്ഷെ ആ വിശ്വാസം എനിക്കുണ്ട്. അന്ധവിശ്വാസമല്ല അത്. ഇവിടെയുള്ള ജനങ്ങൾക്കും ആ വിശ്വാസമുണ്ട്, എനിക്കടക്കമുള്ള ആൾക്കാർക്ക് ആ ഒരു വിശ്വാസമുണ്ട്. കാരണം മുല്ലപ്പെരിയാറിനെതിരെ നിരന്തരം ശബ്ദമുയർത്തുന്നതും നമ്മൾ കേൾക്കുന്നതും വളരെ ഉച്ചത്തിൽ കേൾക്കുന്നതും താങ്കളുടെ ശബ്ദമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ആ ഒരു വിശ്വാസം നമുക്കുമുണ്ട്. സാർ അവസാനം പറഞ്ഞ ആ കാര്യം ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. മുല്ലപ്പെരിയാർ പൊട്ടാതിരിക്കട്ടെ, അതിനു വേണ്ട കാര്യങ്ങൾ കൃത്യമായി നടക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. കാരണം നമ്മൾക്ക് നമ്മളൊരു ഓൺലൈൻ പെറ്റീഷൻ ഉണ്ട്. ഒരു സെക്കൻഡ്, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മളൊരു ഓൺലൈൻ പെറ്റീഷൻ ഉണ്ട്. അതായത് അതൊരു അന്താരാഷ്ട്ര മീഡിയയിലാണ്. change.org എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൊബൈൽ എടുത്ത് ഗൂഗിളിൽ പോയി change.org എന്ന് അടിച്ചാൽ പോലും ആ പെറ്റീഷൻ വരും. അത് നമ്മൾ ഇപ്പൊ 3.5 കോടി ജനങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ 4 കോടി ഉണ്ട് പുതിയ കണക്ക് പ്രകാരം എന്നാ പറയുന്നത്. 4 കോടി ജനങ്ങളുണ്ട് ഈ കേരളത്തില്. അത് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസും ഹോം മിനിസ്റ്ററുടെ ഓഫീസും ഒക്കെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, സെൻട്രൽ ഇന്റലിജൻസ് ഒക്കെ. അപ്പൊ അതില് 4 കോടി ജനങ്ങളുള്ളപ്പോ അറ്റ്ലീസ്റ്റ് ഒരു 1/2 കോടി ജനങ്ങളുടെ ഒരു ആവശ്യമായിട്ട് വന്നാല് അതില് പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും ഒക്കെ ഇന്റർഫിയർ ചെയ്യും. ഇപ്പൊ അതൊരു 19 ലക്ഷമൊക്കെ ആയി. അത് എങ്ങനെയെങ്കിലും ഒരു 1/2 കോടി ആക്കണം, അതാണ് ലക്ഷ്യം. അപ്പൊ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ശ്രദ്ധിക്കും, അന്താരാഷ്ട്ര നേതാക്കന്മാർ ശ്രദ്ധിക്കും. അങ്ങനെ വരുമ്പോ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇതില് ഇടപെടാതിരിക്കാനാവില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പൊ അത് ഒന്ന് ജനങ്ങളോട് പറയണം. ആ പെറ്റീഷൻ ഒന്ന് എല്ലാവരും ഒപ്പുവെക്കണം, സർക്കുലേറ്റ് ചെയ്യണം, ഫ്രണ്ട്സിനും എല്ലാം കൊടുക്കണം. പിന്നെ ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാം, വാട്സാപ്പ്, ഫേസ്ബുക്ക്, അങ്ങനെയുള്ള ട്വിറ്റർ, അങ്ങനെയുള്ള മീഡിയത്തിലൂടെ അതൊന്ന് ഷെയർ ചെയ്യണം എന്ന് ഒരു റിക്വസ്റ്റ് നിങ്ങൾ ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് കൊടുക്കണം. അതിന്റെ ആ പെറ്റീഷന്റെ QR കോഡ് ആ പെറ്റീഷനിൽ നിന്ന് തന്നെ കിട്ടും, അതിന്റെ ലിങ്കും ആ പെറ്റീഷനിൽ നിന്ന് കിട്ടും. അതുകൂടി ഒന്ന് ചെയ്യണം എന്നുള്ള ഒരു അപേക്ഷയുണ്ട്. അതുകൂടെ ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. change.org എന്ന് പറയുന്ന ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ പെറ്റീഷൻ ലഭ്യമാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. പോയി വേണ്ട കാര്യങ്ങൾ അതിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഒരു സെക്കൻഡ്, കേരള ഫ്രം മുല്ലപ്പെരിയാർ ഡാം ഡിസാസ്റ്റർ അങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. സേവ് കേരള ഫ്രം മുല്ലപ്പെരിയാർ ഡാം ഡിസാസ്റ്റർ change.org എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ആ പെറ്റീഷനിൽ അംഗമാകാനായിട്ട് സാധിക്കും. അപ്പൊ സാർ പറഞ്ഞതുപോലെ 1/2 കോടി ജനങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ നമുക്കിത് കൃത്യമായിട്ടും എത്തിക്കേണ്ടവരിൽ എത്തിക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. അതുകൂടെ പറഞ്ഞുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കാം. വളരെ നന്ദി സാർ, വളരെ നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.